നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. തിരുവോണനാളിൽ നടക്കുന്ന തൃപ്രയാർ ജലോത്സവത്തിന് കൊടിയേറി. ഉള്ള ടൂറിസം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് യാത്രക്കാരി ബസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചു. വാർത്തകൾ വിശദമായി. തിരുവോണനാളിൽ നടക്കുന്ന തൃപ്രയാർ ജലോത്സവത്തിന് കൊടിയേറി. ആവടങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്ക് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. തൃപ്രയാർ കിഴക്കേനട സരയൂ തീരത്ത് നടന്ന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, സംഘാടക സമിതി ജനറൽ കൺവീനർ പ്രേമചന്ദ്രൻ വടക്കേടത്ത്, സെക്രട്ടറി ഭിന്നി തട്ടിൽ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, താന്യം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷറഫ്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ ജൂബി പ്രദീപ്, ശ്രീകല സന്തോഷ്, ഷൈനി ബാലകൃഷ്ണൻ, ഷീജ സദാനന്ദൻ, TB മായ, ആന്റോ തൊറയൻ, സിജോ പുലിക്കോട്ടിൽ, വത്സൻ കുറുപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സംവിധാനത്തിലെ വളരെ ഭംഗിയോടുകൂടി ഇവിടുത്തെ വള്ളംകളിക്ക് വേറെ ഏത് സ്ഥലങ്ങളിലെ വള്ളങ്ങളേക്കാൾ ഭംഗിയുണ്ട്. കാണാനും ഒരുപാട് സ്ഥലങ്ങളും കാണാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. ലക്ഷങ്ങൾ തടിച്ചു കൂടുന്ന ഈ വേദിയിൽ ഈ ഇത്രയും മനോഹരമായിട്ട് സംഘടിപ്പിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. നാട്ടിക പഞ്ചായത്ത് പോളി ജംഗ്ഷന് തെക്കുവശത്തെ ടിപ്പു സുൽത്താൻ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP 10ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. ജനപ്രതിനിധികൾ അടക്കം റോഡിൽ വീണ് അപകടം പറ്റിയിട്ടും ഒരു നടപടിയെടുക്കാത്ത 10ാം വാർഡിന്റെ മെമ്പറുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും നടപടിയിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധിച്ചു. പരിപാടി നാട്ടിക പഞ്ചായത്ത് ഇൻചാർജും നാട്ടിക മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറിയുമായ AK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് ഇൻചാർജും നാട്ടിക മണ്ഡലം സെക്രട്ടറിയുമായ NS ഉണ്ണിമോൻ അധ്യക്ഷത വഹിച്ചു. BJP നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് PV സെന്തിൽകുമാർ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി PT ശ്രീകുട്ടൻ, വൈസ് പ്രസിഡന്റ് ജ്യോതിദാസ്, മഹിളാ മോർച്ച മുൻ വൈസ് പ്രസിഡന്റ് അംബിക, ശിവരാമൻ എരനെഴുത്ത്, മധുരൻ അണ്ടേഴത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇത് കാലങ്ങളായി തകർന്ന് നിരവധി യാത്രക്കാർക്ക് പരിക്ക് പറ്റിയിട്ടും അതിനുവേണ്ടി ആരാണ് ഒന്ന് വിരലനക്കാൻ ആർക്കും തയ്യാറാവുന്നില്ല. ഇവിടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഒരു വനിതാംഗം തന്നെ വീണ് പരിക്കേറ്റു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിനു മുൻപ് നല്ല പ്രായമുള്ള 1-2 പേര് സ്കൂട്ടറിൽ നിന്ന് വീണു. ഇതൊക്കെ വീണ് പരിക്കേറ്റിട്ടു. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇവിടുത്തെ വേണ്ടപ്പെട്ടവർ ഇത് ചെയ്യാൻ ആരാണോ ചെയ്യേണ്ടത് അവരിതൊന്നും കണ്ടില്ല എന്ന് നടിച്ചിട്ട് ഉറക്കം നടിച്ച് കിടക്കണം. അപ്പോൾ ഇടശ്ശേരി CSM സെൻട്രൽ സ്കൂൾ ഓണാഘോഷത്തിന് നിറം പകർന്ന് കവിയും ഗസൽ ഗായകനുമായ അഹമ്മദ് മൊയ്നുദ്ദീൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അതിമനോഹരമായ തന്റെ ഗസൽ ഗാനങ്ങൾ ആലപിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ M ദിനേശ് ബാബു, സെക്രട്ടറി CM നൌഷാദ്, മാനേജർ PK ഹൈദരാലി, PTA പ്രസിഡന്റ് ഇർഷാദ് ചേറ്റുവ, വൈസ് പ്രിൻസിപ്പൽ നദീറ ജാബിർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും തിരുവാതിരക്കളി, ഫ്യൂഷൻ ഡാൻസ്, ഗാനങ്ങൾ, മോണോ ആക്ട് തുടങ്ങി നിരവധി കലാപരിപാടികൾ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി പൂക്കള മത്സരം, വടംവലി, ഉറിയടി, കസേരക്കളി, സുന്ദരിക്ക് പൊട്ടുകുത്തൽ തുടങ്ങി നിരവധി മത്സരങ്ങൾ നടത്തി. PTA ആഭിമുഖ്യത്തിൽ പായസ വിതരണവും ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും ഒരൊറ്റ PTA മീറ്റിങ്ങിന് പോലും അങ്ങനെ വാർത്ത വന്നിട്ടില്ല. ഒരു മത്സരം കാണാൻ പോലും നമ്മുടെ കലോത്സവങ്ങളിലായാലും മറ്റു കാര്യങ്ങളിലായാലും അത് കേൾക്കാൻ പോലും അവരാരും വന്നിട്ടില്ല. ഇന്നത്തെ കുട്ടികളുടെ കാര്യം ആലോചിച്ചു. അമ്മമാരാണ്, അച്ഛന്മാരാണ് അവരെ പ്രമോട്ട് ചെയ്യാൻ ഏറ്റവും മുന്നിലുള്ളത്. ഒരുപക്ഷെ കുട്ടികളെക്കാൾ വാശി ഈ അമ്മമാർക്കും ഈ മാതാപിതാക്കൾക്കും. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അത് നല്ലത് തന്നെ. ഞാൻ പറയുന്നു, ഭാഗ്യവാന്മാരായിട്ടുള്ള കുട്ടികളാണ് നമുക്കിടയിലുള്ളത്.
വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് കുടുംബശ്രീ CDS ഓണാഘോഷം നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. CDS അംഗം VV അനിത അധ്യക്ഷയായി. ചടങ്ങിൽ വലപ്പാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഭിനു N ശ്രീധർ, CDS ചെയർപേഴ്സൺ സുനിത ബാബു, തീരദേശ കോർഡിനേറ്റർ ജിൻസി രമേശ്, ഉഷ മുരളീധരൻ, സുജ മഹേഷ് എന്നിവർ സംസാരിച്ചു. വയോജനാംഗങ്ങൾക്കും ആശ്രയാംഗങ്ങൾക്കും ഓണക്കോടി നൽകി. ഉന്നത വിജയികൾക്കും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയും കുടുംബശ്രീ സംരംഭകരെയും ചടങ്ങിൽ ആദരിച്ചു. എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മേഖലകളിലും നമ്മുടെ കുടുംബശ്രീയാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ തെരുവോരങ്ങളും നമ്മുടെ വീട്ടിലും നമ്മളുടെ പരിസരമൊക്കെ ശുചീകരിക്കാനായിട്ട് ഹരിതകർമ്മസേനേനെയും അതുപോലെ തന്നെ നമ്മളോട് പ്ലാസ്റ്റിക് കൈമാറാനൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് അല്ലേ. അതെല്ലാതും നിങ്ങൾ മുഖേനയല്ലേ ചെയ്യുന്നത്, കുടുംബശ്രീയിലല്ലേ ആ ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കുടുംബശ്രീ മുഖേനയാണ് ചെയ്തു വരുന്നത്. കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം രണ്ടിടത്ത് പോകാനുണ്ട്. എനിക്ക് സീനിയർ വിളിച്ചപ്പോൾ ടെൻഷനായി. അപ്പോൾ തീർച്ചയായിട്ടും 1-ാം വാർഡിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടന്നു. തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവൻ ഹാളിൽ വെച്ച് നടന്ന ഓണാഘോഷം KSSPU ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KSSPU തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു അധ്യക്ഷനായി. സെക്രട്ടറി BN ജയാനന്ദൻ, ട്രഷറർ TK ഹരിദാസ്, ജില്ലാ കമ്മിറ്റി മെമ്പർ TC റീത ടീച്ചർ, സാംസ്കാരിക സമിതി കൺവീനർ NK വിജയകുമാർ, വനിതാവേദി കൺവീനർ ED ആശാലത ടീച്ചർ, വലപ്പാട് യൂണിറ്റ് പ്രസിഡന്റ് CM മധുമാഷ്, നാട്ടിക യൂണിറ്റ് സെക്രട്ടറി NAP സുരേഷ് കുമാർ, തളിക്കുളം യൂണിറ്റ് സെക്രട്ടറി MV ജയപ്രകാശ്, വാടാനപ്പള്ളി യൂണിറ്റ് സെക്രട്ടറി NK ലോഹിതാശൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൂക്കള മത്സരം, വഞ്ചിപ്പാട്ട്, സംഘഗാനം, തിരുവാതിരക്കളി തുടങ്ങി വിവിധ കലാപരിപാടികൾ നടന്നു. ശ്രീയഴും നാടിൻ്റെ സാഫല്യമേ, ശ്രീ വിവേകാനന്ദ സർവസ്വമേ, ശ്രീയഴും നാടിൻ്റെ സാഫല്യമേ, ശ്രീ വിവേകാനന്ദ സർവസ്വമേ. SNDP നാട്ടിക യൂണിയന്റെ കീഴിൽ ബാലജനയോഗത്തിലെ കുട്ടികളെ അണിനിരത്തി ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തിന് ഘോഷയാത്ര സംഘടിപ്പിക്കുവാൻ SNDP നാട്ടിക യൂണിയൻ തീരുമാനിച്ചു. ബാലജനയോഗത്തിന്റെ സ്വാഗത സംഘം ഉദ്ഘാടനം യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് നിർവഹിച്ചു. ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ, യോഗാധ്യക്ഷൻ സുധീപ് മാസ്റ്റർ, യൂണിയൻ സെക്രട്ടറി മോഹനൻ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പ്രഭാശങ്കർ, സെക്രട്ടറി അദ്വൈത് വയനപ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട ബാലജനയോഗം ടീച്ചർമാരും ശാഖാ ഭാരവാഹികളും യോഗത്തിൽ സംബന്ധിച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പും ചാഴൂർ പഞ്ചായത്തും ചേർന്ന് നടപ്പിലാക്കുന്ന പുള്ള് ടൂറിസം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് മണ്ണിലേക്ക് പ്രവർത്തിക്കാട്ടുവാൻ നാടിനൊപ്പം ടൂറിസം വകുപ്പ് കൈകൊള്ളും. 82,66,000 രൂപയുടെ പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് ടൂറിസം വകുപ്പും ചേർന്ന് ഫണ്ട് കണ്ടെത്തുന്നതാണ് ഈ പദ്ധതി. ഫുൾ അതിമനോഹരമായ പ്രദേശം, ദേശാടന പക്ഷികളും നെൽപ്പാടങ്ങളും മത്സ്യസമ്പത്തുമെല്ലാം ജനങ്ങളെ ആകർഷിക്കുന്ന പ്രദേശം. ഫുൾ കോഴിക്കോട് മേഖലയിൽ റോഡുകളുടെ നിർമ്മാണം നടത്തി ടൂറിസം കോഴിക്കോടായി വളർത്തുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ഇവിടുത്തെ പരിസ്ഥിതിക്ക് കൂടി അനുയോജ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ പദ്ധതി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതോടൊപ്പം ലൈറ്റിംഗ്, ഇരിപ്പിടം എല്ലാം ചേർത്ത് അടിസ്ഥാന സൗകര്യ വികസനം കൂടി സാധ്യമാണ്. സമയബന്ധിതമായി പ്രവർത്തി പൂർത്തിയാക്കുവാൻ ചാഴൂർ പഞ്ചായത്ത് ശ്രമിക്കും. CC മുകുന്ദൻ MLA അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രത്യേകമായി നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം ഉൾപ്പെടെ 1 കോടി രൂപയാണ് പദ്ധതി ചെലവ്. വടക്കേപ്പുള്ളിലെ അന്തിക്കാട് കോൾ പാടശേഖരത്തോട് ചേർന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള
KLTC ബണ്ട് റോഡ് വീതി കൂട്ടി വശങ്ങൾ കെട്ടി സംരക്ഷിച്ച തറയോട് വിരിക്കൽ, ഇരിപ്പിടങ്ങളും വെളിച്ച സംവിധാനങ്ങളും ഒരുക്കൽ, അലങ്കാര വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കൽ തുടങ്ങിയവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് എവിടേക്കാണ് നല്ല സ്ഥലം നോക്കിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുറേയൊക്കെ ഓടിയിട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. ഇപ്പം ഇവിടുത്തെ പ്രത്യേകിച്ച് ഒരു സമയത്ത് നോക്കുമ്പോൾ ഇതൊക്കെ നല്ല കായൽ പോലെ തോന്നുമെങ്കിൽ പിന്നെ ഒരു സമയത്ത് നോക്കുമ്പോൾ വേറെ കളറായിരിക്കും, വേറൊരു ഭൂപ്രകൃതിയായിരിക്കും. ഒരു സമയത്ത് പച്ചയായിരിക്കും, ഒരു സമയത്ത് മഞ്ഞ കളറായിരിക്കും. അങ്ങനെ ഓരോ തരത്തിലും ഓരോ സീസണിലും പിന്നെ ഒരുപാട് പക്ഷികളും പല തരത്തിലുള്ള പ്രത്യേകത ഉള്ള ഒരു സ്ഥലമാണ് ഈ പുള്ളെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇപ്പോൾ എവിടെ നിന്നെങ്കിലുമൊക്കെ നമ്മൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ഗ്രാമപഞ്ചായത്ത് ഇതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഡെസ്റ്റിനേഷൻ ചാലഞ്ചിലൂടെ ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യും, അതിൻ്റെ ഒരു നടപടികൾ പൂർത്തീകരിക്കുകയുണ്ടായത്. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ഓണക്കോടി സമ്മാനിച്ചു. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, VR വിജയൻ, അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ CG അജിത് കുമാർ, AN സിദ്ധപ്രസാദ്, CS മണികണ്ഠൻ, KV സുകുമാരൻ, PC മണികണ്ഠൻ, ശ്രീദേവി മാധവൻ, മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. 700ഓളം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഓണക്കോടി വിതരണം ചെയ്തത്. കൊല്ലത്തിൽ ഈ 3-4 ദിവസം എന്ത് സങ്കടവും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറന്ന് എല്ലാവരും കൂടി സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മയാണ്. ആ ഓർമ്മയുടെ ഭാഗമായി ആ ഓർമ്മ പങ്കുവയ്ക്കണം നമുക്കെല്ലാവർക്കും. അയൽവാസികളെ സ്നേഹിക്കാനും മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യത്വത്തോടു കൂടെ പെരുമാറാനും പ്രയാസവും സങ്കടമുള്ള ആളുകളോട് സ്നേഹം പങ്കുവയ്ക്കാനും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു നല്ല കാലമാണ്. ഈ നല്ല കാലത്ത് ദാരിദ്ര്യം ഇല്ലാണ്ട് എല്ലാവരും കഴിയണം, എല്ലാവർക്കും വിശപ്പ് തീർന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റണം, നല്ല വസ്ത്രം ധരിക്കാൻ വേണ്ടി പറ്റണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ ആണ് ആഗ്രഹമെങ്കിൽ പോലും എല്ലായിടത്തും അതുപോലെ അല്ല എന്ന് അറിയാം. ഇവിടെ ഇരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഈ ഇരിക്കുന്ന അമ്മമാർ, ഉമ്മമാർ, അച്ഛന്മാർ, ഈ ഇരിക്കുന്ന എല്ലാവർക്കും നമ്മുടേതായ സങ്കടങ്ങളുണ്ട്, നമ്മുടേതായ വിഷമങ്ങളൊക്കെ ഉണ്ട്. ആ സങ്കടവും വിഷമമൊക്കെ ഉണ്ടെങ്കിലും ആരും നമുക്ക് ദൈവത്തിൻ്റെ മുന്നിലാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ആരും സ്വാതന്ത്ര്യത്തിന്റെ 3/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ജനാധിപത്യവും അതിജീവനവും മാത്രമല്ല ജീവിതം തന്നെ ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ഡോക്ടർ KR ബീനയുടെ ബുദ്ധദർശനത്തിന്റെ സ്വാധീനം ഒരു അന്വേഷണം, വള്ളത്തോൾ മുതൽ വൈലോപ്പിള്ളി വരെ എന്ന പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാരണാസിയിലെയും മധുരയിലെയും മുസ്ലിം പള്ളികൾ തകർക്കപ്പെടണമെന്നുള്ള ആ തീരുമാനത്തിന് വേണ്ടി RSS പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നാണ് ആ പ്രസ്താവനയുടെ മറുവശം. രൗദ്രതയാർന്ന, ക്രൂരതയാർന്ന, ഹിംസയാർജിച്ച ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ രഥയോട്ടത്തിൽ ഒരു ജനത പകച്ചു നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഇരുട്ടിനെ മുറിച്ചു കിടക്കേണ്ടത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കാൻ കൂടിയാണ് ബീനയെ പോലുള്ള ആൾക്കാരുടെ പുസ്തകരചന സഹായിക്കുന്നത്. 1992 ഡിസംബർ 6 ഉത്തരേന്ത്യയിൽ ശൈത്യം പടർന്നു പിടിക്കുന്ന ഒരു ദിനം, ഫൈസാബാദ് എന്ന് പറയുന്ന ഒരു ചെറുപട്ടണത്തിൽ നിന്ന് ഞങ്ങൾ ഏതാനും മാധ്യമപ്രവർത്തകർ തൊട്ടടുത്തുള്ള അയോധ്യയിലേക്ക് ഒരു അംബാസഡർ കാറിൽ കോടമഞ്ഞിനെ വലഞ്ഞു മാറ്റി പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും നിലച്ചിരുന്നില്ല 500 വർഷക്കാലം തലയുയർത്തി നിന്ന മതനിരപേക്ഷതയുടെ, ഇന്ത്യയുടെ ഐക്യത്തിൻ്റെ, അഖണ്ഡതയുടെ ചിഹ്നമായ ബാബറി മസ്ജിദ് അന്തരീക്ഷത്തിൽ ധൂളികളായി അലിഞ്ഞിരുന്നു. സംസ്കൃത സർവകലാശാല ബുദ്ധിസ്റ്റ് സ്റ്റഡീസ് ഡയറക്ടർ അജയ് S ശേഖർ പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ KR ബീന മറുപടി പ്രസംഗം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NR ഗ്രാമപ്രകാശ് പുസ്തക പരിചയം നടത്തി. NK അക്ബർ MLA, MA ഹാരിസ് ബാബു, അഡ്വക്കേറ്റ് KR വിജയ, MR ദിനേശൻ, അഡ്വക്കേറ്റ് അജിത് മാരാഥ, VN രണദേവ്, TP ഭിന്നി എന്നിവർ സംസാരിച്ചു.
നാട്ടിക ശ്രീനാരായണ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. റവന്യൂ ഭവന മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരമായി ക്യാമ്പസുകളിൽ വരികയും കാണുകയും ചെയ്യുന്ന അധ്യാപക സൗഹൃദങ്ങളിൽപ്പെട്ടവരായിരുന്നു. മുൻനിരയിലിരിക്കുന്നവരൊക്കെ എന്നെക്കാൾ വളരെ സീനിയറായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. ഞാൻ കുറെ കൂടി ജൂനിയറായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ഞാനിങ്ങോട്ട് വരുമ്പോൾ പറയുകയായിരുന്നു, ഒരുപാട് കോളേജുകളിൽ സാധാരണ നിലയിൽ പോകാൻ അവസരം കിട്ടുന്ന ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നു ഒരു കാര്യത്തിലാണ്. മഞ്ചേശ്വരത്തെ ഗോവിന്ദപ്പൈ സ്മാരക കോളേജ് മുതൽ ധനുവച്ചപുരം ITI വരെ കേരളത്തിലെ 14 ജില്ലകളിലെയും ഏതാണ്ട് എല്ലാ കോളേജുകളിലും പോകാൻ നല്ലതുപോലെ അവസരം കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി നേതാവ്. ഇപ്പോൾ ആ പല ക്യാമ്പസുകളിലേക്കും മന്ത്രി എന്ന നിലയിലൊന്ന് തിരിച്ചു പോകുമ്പോൾ, പലവിധ കാര്യങ്ങൾക്കായി തിരിച്ചു പോകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കോളേജ് മുഖമാണ് പലപ്പോഴും കാണാറുള്ളത്. SM കോളേജിന് ഒരു മാറ്റവുമില്ല. നാട്ടിക SM കോളേജ് അതുപോലെ തന്നെ. പ്രിൻസിപ്പൽ ഇൻചാർജ് ആര്യ ടീച്ചർ അധ്യക്ഷയായി. നാട്ടിക MLA CC മുകുന്ദൻ മുഖ്യാതിഥിയായി. +2 SSLC പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച സ്കൂളുകളെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി VR പ്രഭ, പ്രമീള, വൈസ് പ്രസിഡന്റ് പ്രദീപ് ലാൽ, ട്രഷറർ ഷിറാസ് കാവുങ്ങൽ, പ്രൊഫസർ TR ഹാരി, ലാൽ സിംഗ് ഇയാനി, സുജിൻ പുല്ലാട്ട്, ഗിലാൽ ഗോപി, UK ഗോപാലൻ, ഡോക്ടർ ശങ്കരനാരായണൻ, രാധാകൃഷ്ണൻ, MB സജീവൻ, ദിവാസ് ആലക്കൽ, മൊഹസിൻ പാണ്ഡികശാല, സുഹാസ്, ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, CK ഗോപൻ, പ്രേമചന്ദ്രൻ വടക്കേടത്ത്, CG അജിത് കുമാർ, ചന്ദ്രതാര എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ, ഗാനസന്ധ്യ, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായിരുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. മെഗാ ഓണം ഓഫർ. ഈ ഓണം നമ്മുടെ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. നിങ്ങളുടെ ഓരോ പർച്ചേസിനും ഓണപ്പുടവയും മറ്റനേകം സമ്മാനങ്ങളും. 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങളുടെ ഒരു വലിയ ശേഖരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്കും 80 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ട്രെൻഡി സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. നിങ്ങളുടെ പഴയ സ്വർണ്ണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണ്ണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഓണക്കാലത്ത് 0% എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വിലയിലോ തൂക്കത്തിലോ കുറയാതെ പുതിയ സ്വർണ്ണാഭരണമാക്കി മാറ്റൂ. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്.
താനിം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDS ഓണച്ചന്തയ്ക്ക് തുടക്കം കുറിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. CDS മോഡൽ ചെയർപേഴ്സൺ സുജിത നിരേഷ് അധ്യക്ഷത വഹിച്ചു. താനിം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷറഫ്, അന്തിക്കാട് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, വാർഡ് മെമ്പർമാരായ പ്രജിഷ രതീഷ്, ജിഷ്ണു പ്രേമൻ, രഹന പ്രജു, ശ്രീകല സന്തോഷ്, ഉപജീവന ഉപസമിതി കൺവീനർ മിനി രാമദാസ്, താനിം കുടുംബശ്രീ CDS മെമ്പർ സെക്രട്ടറി സുനിൽ TG എന്നിവർ സംസാരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഹാരം അരിയാഹാരം. ആ ആഹാരം തന്നെ എത്ര മാസത്തേക്ക് നമുക്ക് ഇവിടെ ഭക്ഷിക്കാനുള്ള ഭക്ഷ്യസാധനങ്ങൾ കിട്ടും? മൂന്ന് ചില്ലാരം മാസത്തേക്കുള്ള അരി മാത്രമാണ് ഈ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് ബാക്കി വരുന്നൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നെല്ലുൽപാദനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള കൃഷിക്കാരെ സഹായിക്കാൻ. അത് നെൽകൃഷി മാത്രമല്ല, മറ്റ് തെങ്ങ് കൃഷി ആയാലും വാഴക്കൃഷി ആയാലും മറ്റ് പച്ചക്കറി തുടങ്ങിയിട്ടുള്ള എല്ലാം ആ രീതിയിൽ ഗണ്യമായി വർദ്ധിപ്പിക്കുക. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ചിറക്കൽ സ്വാമി ബോധാനന്ദ ഹൈസ്കൂൾ കുറുബിലാവിലെ 1983-84 SSLC ബാച്ച് അംഗങ്ങളുടെ 56ാം പിറന്നാൾ പഴുവിൽ JP സംഗമം ഹാളിൽ ആഘോഷിച്ചു. ശശി KS, രവി KR, രമേശ് തമ്പി, ഭാസ്കർ ഖൽത്ത, സുനിൽ, രമേശ്, വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച വിവിധ കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് ഓണാഘോഷ പരിപാടികളും വിഭവസമൃദ്ധമായ സദ്യയും നടന്നു. സമൂഹത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ഇടപെടുക നമ്മൾ ലക്ഷ്യങ്ങളാണ്. ഇതിവിടെ വളരെ 103 പേര് മെമ്പർമാരുള്ള അതിൽ നമ്മൾ വളരെ ചുരുക്കമായ ആൾക്കാരാണ് ഇവിടെ വന്നു ചേർന്നിരുന്നു. വളരെ നല്ല കുറെ സൗഹൃദങ്ങൾ നമ്മൾക്ക് ഇതിലൂടെ കിട്ടി. പണ്ട് പലരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാറുണ്ട്, കണ്ടു കഴിഞ്ഞാൽ ആരും സംസാരിക്കാറില്ല. ഇപ്പം അങ്ങനെയല്ല, എല്ലാവരെയും കാണാറും സംസാരിക്കാറും എവിടെ വെച്ച് കണ്ടാലും നിർത്തി സംസാരിക്കാറും എല്ലാം ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഷാജിദ ഞാനും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാറുണ്ട്, മിണ്ടാറില്ല, കാണാറില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. BJP വലപ്പാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പായച്ചോട് സെന്ററിൽ BJP തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ധനീഷ് മടത്തിപ്പറമ്പെ അധ്യക്ഷത വഹിച്ചു. മേഖലാ ജനറൽ സെക്രട്ടറി സേവൻ പള്ളത്ത, നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ, മണ്ഡലം സെക്രട്ടറിയും 2ാം വാർഡ് മെമ്പറുമായ രശ്മി ഷിജോ, മണ്ഡലം വൈസ് പ്രസിഡന്റ് അരുണ ഗിരി, മണ്ഡലം സെക്രട്ടറി ഷൈജു കൊട്ടുക്കൽ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഗിരീഷ് വിന്നിക്കൽ എന്നിവർ സംസാരിച്ചു. ഏകദേശം 30 പഞ്ചായത്തും ഒരു കോർപ്പറേഷൻ ഉൾപ്പെടുന്നതാണ്. ഇതിൽ 26 പഞ്ചായത്തും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ ലീഡ് നേടിയ പഞ്ചായത്തുകളാണ്. തൃശ്ശൂർ കോർപ്പറേഷനും നമ്മൾ ലീഡ് നേടിയതാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 26 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെയും സൃഷ്ടിക്കണം, ഒരു കോർപ്പറേഷൻ മേയറെയും സൃഷ്ടിക്കണം. വലിയ ഉത്തരവാദിത്വമാണ് നമ്മുടെ എല്ലാവരുടെയും ചുമലിലുള്ളത്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാണ്. കാര്യകർത്താക്കൾ തൃപ്രയാർ അധീന കോളേജ് 1982-84 ബാച്ച് 4ാമത് വാർഷികാഘോഷവും ഓണം കുടുംബ സംഗമവും നടത്തി. അധീനിയൻ തിരുസംഗമം 2025 എന്ന പരിപാടി മുൻ അധ്യാപകൻ ജോബി മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി തൃപ്രയാർ ലയൺസ് ഹാളിൽ വെച്ച് നടത്തും. പ്രിൻസിപ്പൽ ഇയാനി പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് രാജേഷ് വേലേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുധീർ ദാസ്, പ്രദീപ് അരയംപറമ്പിൽ, സ്നേഹദത്ത്, മധു CK, ലോഹിതാശൻ എന്നിവർ സംസാരിച്ചു. മികച്ച നിലവാരം പുലർത്തിയ കുട്ടികൾക്കുള്ള സമ്മാനവും അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഒരു സീറ്റ് ബാക്കിയുണ്ടായിരുന്നു. പോകുമ്പോൾ തന്നെ ജോലിയുമ്പോൾ പറഞ്ഞ പോലെ നിനക്ക് ബാക്കിയുണ്ടെങ്കിൽ സീറ്റ് കിട്ടും, ഒരു സീറ്റ് അവിടെ ഒഴിവുണ്ട്, ഞാൻ നിന്റെ കൂടെ പോരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലോ അക്കാദമിയിലോ കോളേജിലെത്തിയപ്പോഴേക്ക് അവിടെ നിന്ന് ഒരാൾ ഇറങ്ങി പോവാ. അപ്പം തന്നെ ജോലിയുമ്പോൾ പറഞ്ഞു ചതിച്ചു. കാരണം പോയത് വയനാട് റിവ്യൂയായിരുന്നു.
അപ്പോൾ അവിടെ ഒരു സീറ്റ് ഉണ്ടായിരുന്നത് അദ്ദേഹം കരസ്ഥമാക്കി. അങ്ങനെ സീറ്റ് കിട്ടിയില്ല. അങ്ങനെ പുറത്തുപോയി LLBക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നടക്കുമ്പോൾ തൃപ്പയാറ് ഒരു പാനൽ കോളേജ് തുടങ്ങി. ആ കോളേജിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ആരംഭിച്ച് അവിടെ നിന്ന് 12 കുട്ടികളാണ് പ്രീ ഡിഗ്രിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആരംഭിച്ച കൊല്ലം ആരംഭിച്ചതാണ് ആ സ്ഥാപനം. 12 വിദ്യാർത്ഥികളുണ്ട്. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിൽ നിന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഓണാഘോഷം കാരുണ്യയിലെ അമ്മമാർക്കൊപ്പം നടത്തി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാ വർക്കർ, അംഗനവാടി ജീവനക്കാർ, CDS സംഘങ്ങൾ, ADS സംഘങ്ങൾ, വാർഡിലെ വിവിധ വ്യക്തികൾ ഉൾപ്പെടെ 100ഓളം പേർക്ക് ഓണസദ്യയും ഒരുക്കി. കാരുണ്യയിലെ അമ്മമാർക്ക് ഓണപ്പുടവയും സമ്മാനിച്ചു. ഓണാഘോഷം അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്ക് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആന്റോ തുറയൻ അധ്യക്ഷത വഹിച്ചു. ഗിൽസ് ഫൗണ്ടേഷൻ ചെയർമാൻ ഗിൽസ ഭരതൻ, സൗഹൃദ ഫൗണ്ടേഷൻ സെക്രട്ടറി ബാബു വടക്ക്, ADS പ്രസിഡന്റ് വിജയപ്രകാശൻ, ആശാ വർക്കേഴ്സ് സുശീല രാജൻ, അംഗനവാടി വർക്കർമാരായ അഷ്ടമി, സധീരംഗൻ, ഹെൽപ്പർമാരായ ഗീത, നിമ്മി, പ്രേംലാൽ, തൊഴിലുറപ്പ് അംഗങ്ങളായ ഗിരിജ, കിസ്മത് പിയൂസ്, സജിത സുനിൽ, ലില്ലി ജോസ് കൊമ്പൻ, ഇന്ദിര മൂഴിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. വട്ടക്കളി, നാടൻ പാട്ടുകൾ, കവിതാലാപനം, നൃത്തങ്ങൾ എന്നിവയുണ്ടായി. ഇത്രയും ഒരു സൗഹൃദ കൂട്ടായ്മ, ഇതിലിപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും വന്ന് പങ്കെടുക്കുന്ന ഒരു ചടങ്ങായതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. പരസ്പരം പുടവ കൈമാറൽ വരെ നടത്തിയിട്ട് ആണ് ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പരസ്പരമുള്ള കൂട്ടായ്മയ്ക്കുള്ള ഒരു അല്ലെങ്കിൽ ആ സൗഹൃദത്തിനും സ്നേഹത്തിനുമുള്ളൊരു ആഴം നമുക്ക് അളന്നെടുക്കാൻ പറ്റും. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓണം നമ്മൾ ഏറ്റവും ആദ്യം അമ്മമാരെ ആദരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് തൃത്തല്ലൂർ ഭാവഗീതം മ്യൂസിക് ട്രസ്റ്റ് ഓണം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. നാടക, സീരിയൽ, സിനിമാ നടൻ മനോമോഹൻ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി CB സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സുധാകരൻ തൃത്തല്ലൂർ, ശേഖരൻ തൃത്തല്ലൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. KS നിനിത വിദ്യാഭ്യാസ പുരസ്കാരം ഏറ്റുവാങ്ങി. അനിൽകുമാർ, അംബിക ചന്ദ്രൻ, ചന്ദ്രമതി ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആരബി സംഗീത വിദ്യാലയത്തിലെ കുട്ടികളുടെയും അമ്മമാരുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പരിപാടിയിലൂടെ വളരെ സുന്ദരമായിട്ടാണ്. തന്നെയുമല്ല, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ വരുന്നവരിൽ 90% ആൾക്കാരും നന്മയിൽ അംഗങ്ങളാണ്. ഇന്നേക്ക് 7ാം ദിവസമാണ് നമ്മുടെ ഓണം. ഓണമെന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ എൻ്റെയോ അല്ലെങ്കിൽ ആയിരിക്കുന്ന ചേട്ടൻ്റെയോ ഒക്കെ പ്രായത്തിലവർക്ക് ആദ്യം ഓടിയെത്തുക വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും സംയുക്ത പ്രഥമ ഊട്ടുതിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് വിശുദ്ധ അന്തോണിസിന്റെ കപ്പേളയിൽ ലതീൻ നൊവേന, വിശുദ്ധ കുർബാന, പ്രസിദ്ധേന്തി വാഴ്ച, തിരുസ്വരൂപം എഴുന്നള്ളിക്കൽ എന്നിവ നടന്നു. തിരുകർമ്മങ്ങൾക്ക് ഇടവകാംഗം ഫാദർ സേവിയർ ക്രിസ്റ്റി കാർമ്മികനായി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന, ആഘോഷമായ തിരുനാൾ കുർബാന എന്നിവ നടത്തി. ഫാദർ സിജേഷ് വാതുക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജിബി വാഴപ്പള്ളി തിരുനാൾ സന്ദേശം നൽകി. വാടാനപ്പള്ളി ഇടവക വികാരി ഫാദർ ഏബിൾ ചിറമൽ സഹകാർമ്മികനായി. തുടർന്ന് പ്രദക്ഷിണവും നേർച്ച ഊട്ടും നടന്നു. രാത്രി 7-ന് മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസിന്റെ ബാൻഡ് മേളവും ഉണ്ടായിരുന്നു. ട്രസ്റ്റിമാരായ KK പോൾ, ND ജെയിംസ്, CS സോളമൻ, ജനറൽ കൺവീനർ PD ജോസഫ് എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി.
ഇനിയൊരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. അറിഞ്ഞല്ലേ, ഓണം കളറാക്കാൻ അർച്ചന സിൽക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടികളുടെ ഏറ്റവും പുതിയ കളക്ഷൻ, ഗുണമേന്മയിലും ഏറ്റവും വിലക്കുറവിലും നിങ്ങൾക്ക് മുന്നിൽ. റെഡിമെയ്ഡ് ഡ്രസ്, സാരികൾ, ജീൻസുകൾ, ടോപ്പുകൾ, മെൻ ആൻഡ് വുമൻസ് കിഡ്സ് വെയേഴ്സിന്റെ ട്രെൻഡി കളക്ഷൻസുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും. പൊന്നിൻ ചിങ്ങവും പൊന്നോണവും അടിച്ചു പൊളിക്കാൻ വേറെ എന്ത് വേണം? നമ്മുടെ അർച്ചന സിൽക്സിന്റെ തൃപ്രയാറും വാടാനപ്പള്ളിയിലും ഷോറൂമുകളിൽ പുത്തൻ കളക്ഷൻ ഉള്ളപ്പോൾ ഓണക്കോടിക്കാണോ ഇനി പ്രശ്നം? കേരളത്തിലെ മികച്ച ഫാഷൻ ലോകമായ അർച്ചന സിൽക്സിൽ ഓണക്കോടികളുടെ ഈ മഹാപ്രപഞ്ചത്തിൽ വന്ന് നിങ്ങളുടെ ഓണക്കോടി സ്വന്തമാക്കൂ. ഓണത്തിരക്ക് ഒഴിവാക്കൂ. നമ്മുടെ സ്വന്തം അർച്ചന സിൽക്സ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. തിരികെ വാർത്തകളിലേക്ക്. തളിക്കുളം ഹൈസ്കൂൾ 1988 SSLC ബാച്ചിന്റെ വാർഷിക മീറ്റ് സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ആശ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ഹഫ്സത്ത് ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു. അധ്യാപകരായ രാജി, ബിന്ദു, ഹെഡ്മിസ്ട്രസ്സായ ഉഷ ടീച്ചർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മുൻ ഹെഡ്മിസ്ട്രസ് ഫാത്തിമ ടീച്ചർ, സുൽഫി, അബ്ദുൽ ഗഫൂർ, ബിജു തളിക്കുളങ്ങര, സ്നേഹനാഥ്, ഭഗിനി, ശ്രീരേഖ, പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. സന്തോഷം. 88 ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു 88 ബാച്ച് ആണ് ഞാൻ 7ാം ക്ലാസ്സിലേ ആയിട്ടുണ്ടാവുള്ളൂ. എന്നേക്കാൾ 4 വയസ്സ് മൂത്ത ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. എന്തായാലും ഇന്ന് ഈ വേദി ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ധന്യതയായി കരുതുന്നു. എന്നെ അതിനുവേണ്ടി ക്ഷണിച്ചതിന് എല്ലാവരോടും, ഇതിൻ്റെ സംഘാടകരോട്, സദസ്സിലിരിക്കുന്നവരോട് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമേ പറയട്ടെ. ഇന്നലെ വൈകുന്നേരം ഉണ്ടായൊരു അനുഭവം അതായിരുന്നു. രാത്രി 12:30 മണിക്ക് 1998 എഴുതിയ ഓട്ടോഗ്രാഫ് ഉറക്കമുളച്ചിരുന്ന് വായിക്കുകയായിരുന്നു ഞങ്ങൾ. ഓരോ താളിലും അന്നത്തെ ആ കാലഘട്ടത്തിൻ്റെ ഹൃദയത്തിൻ്റെ കയ്യൊപ്പുകൾ ചേർത്ത് വെച്ചത് ഒരിക്കലും മറക്കില്ലെന്നുള്ള മോഹന വാഗ്ദാനം, പരസ്പരം നഷ്ടപ്പെടില്ല എന്നുള്ള എന്തൊക്കെ. അതും കഴിഞ്ഞ് 27 വർഷം ജീവിതത്തിലൂടെ കടന്നുപോയി. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണപ്പൂക്കളമിട്ടും ഓണക്കളികളും വടംവലിയും ഓണസമ്മാനവും ഓണസദ്യയുമായി KJU പാവർട്ടി അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏനാമാവ് നെഹ്റു പാർക്കിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വർണ്ണാഭമായി. കരുവന്തല അമ്മ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ 20ഓളം കലാകാരികൾ അണിനിരന്ന തിരുവാതിരക്കളിയും കൈക്കുട്ടിക്കളിയും കുളിർമയുള്ള കാഴ്ചയായി. കലാകാരികളും മാധ്യമപ്രവർത്തകരും തമ്മിൽ നടത്തിയ സൗഹൃദ വടംവലി മത്സരം ഓണാഘോഷത്തിന് ആവേശം പകർന്നു. യൂണിയൻ അംഗങ്ങളായവർക്ക് അരിയും വെളിച്ചെണ്ണയും ഉൾപ്പെടെയുള്ള പലവ്യഞ്ജന കിറ്റ് ഓണസമ്മാനമായി വിതരണം ചെയ്തു. ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് അബ്ബാസ് വീരാവുണ്ണി അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജിയോ ഫോക്സ്, കൊച്ചപ്പൻ വടക്കൻ, സൈമൺ തെക്കത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, CDS ചെയർപേഴ്സൺ സുനീഷ സുഗുതൻ, KJU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോസ് വാവേലി, മേഖലാ സെക്രട്ടറി അഫ്സൽ പാഡു, ട്രഷറർ TS സജി എന്നിവർ സംസാരിച്ചു. കലാകാരികൾക്കും വിജയികൾക്കും മൊമെന്റോ നൽകി അനുമോദിച്ചു. പഴയകാലത്ത് അങ്ങനെയായിരുന്നു, ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഒരു വാർത്ത കൊടുക്കുകയാണെങ്കിൽ പോലും പോലീസിൻ്റെ ഒരു അഭിപ്രായം കൂടി, അതിലെന്താണ് പോലീസിന് പറയാനുള്ളത് എന്ന് കൂടി ആരാഞ്ഞിട്ട് ആണ് വാർത്ത കൊടുക്കാറുള്ളത്. അപ്പം ഞാൻ ഒരുപാട് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് കാലമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഗുരുവായൂർ മുതൽക്ക് പാവർട്ടി, അന്തിക്കാട്, ഇരിങ്ങാലക്കുട, മതിലകം,
ഇങ്ങനെ ഒരുപാട് സ്റ്റേഷനുകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള കാലഘട്ടങ്ങളിലൊന്നും പത്രവുമായിട്ട് നമുക്ക് ഒരു ഗുസ്തി കൂടേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ല. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം നടത്തി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജയന്തി എൻ മേനോൻ ഓണ സന്ദേശം നൽകി. ഓണാഘോഷ കൺവീനറും സോഷ്യൽ വിഭാഗം അധ്യാപകനും സ്റ്റാഫ് സെക്രട്ടറിയുമായ ബി ബിജോയ് അധ്യക്ഷത വഹിച്ചു. അധ്യാപകരുടെ തിരുവാതിരക്കളി, UP ഹൈസ്കൂൾ വിഭാഗങ്ങളുടെ കസേരക്കളി, ഉറിയടി മത്സരം എന്നിവ നടത്തി. വിഭവസമൃദ്ധമായ ഓണസദ്യയും കുട്ടികൾക്കായി ഒരുക്കിയിരുന്നു. മണലൂർ സെന്റ് തെരേസസ് UP സ്കൂളിലെ ഒന്നിച്ചോണം നല്ലോണം പരിപാടി പൂർവ്വ വിദ്യാർത്ഥിയും മുൻ MP-യുമായ CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ മാനേജർ മദർ ഹൃദ്യ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ വിന്നി, PTA പ്രസിഡന്റ് സിജോ മാത്യു, MPTA പ്രസിഡന്റ് KP പ്രവീണ, സീനിയർ അധ്യാപിക TN LC, മുൻ അധ്യാപിക CL മേരി എന്നിവർ സംസാരിച്ചു. മഹാബലിയുടെയും വാമനന്റെയും കഥയുടെ ദൃശ്യാവിഷ്കാരം, പൂക്കള മത്സരം, വഞ്ചിപ്പാട്ട്, പുലിക്കളി, ഓണപ്പാട്ട്, കേരളമംഗ, കേരള ശ്രീമാൻ, അധ്യാപകരും MPT അംഗങ്ങളും ചേർന്നുള്ള തിരുവാതിര എന്നിവയും നടന്നു. കുട്ടികളുടെ വടംവലി മത്സരം ഏറെ ആവേശകരമായി. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. കോതകുളം ആനവിഴുങ്ങി റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷം നടന്നു. വാർഡ് മെമ്പർ അനിത ത്രിദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സുദർശനൻ മത്സരങ്ങളുടെ വിധികർത്താവായി. അസോസിയേഷൻ പ്രസിഡന്റ് അനീജ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജു വെന്നിക്കൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രഹന അനിലൻ, നിമ്മി ശിവദാസ്, ഷീജ മനോജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൂക്കള മത്സരം, ഉറിയടി, വടംവലി എന്നീ മത്സരങ്ങൾ നടന്നു. ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം, സ്നേഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഓണത്തെ ദിവസങ്ങളിൽ മാത്രം പോരാ, അത് കഴിഞ്ഞാലും ഈ സൗഹൃദം നിലനിൽക്കണം, എല്ലാവരും തമ്മിൽ ഈ കൂട്ടായ്മ ഉണ്ടാവണം. അപ്പോൾ ഈ പൂക്കളം വഴി നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഓണത്തിൻ്റെ സന്ദേശം എല്ലാവരിലും എത്തിക്കുക എന്നാണ്, അല്ലേ? ആ സന്ദേശം നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തുള്ള ദൗത്യം വിജയിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ മാഡം പറഞ്ഞു ഞങ്ങൾ 4 പേരും 2 പേരും കൂടിയിട്ടാണ് ചെയ്തത്. പക്ഷേ ഒരു കാര്യം പറയും, 2 പേരും ഒരേ രീതിയിലാണ്. ചിലപ്പോൾ എന്താ പറയും, ലാസ്റ്റ് വരുന്നതായിരിക്കും ഫസ്റ്റ് ജഡ്ജ് ഇടുക, ചിലപ്പോൾ ഫസ്റ്റ് വരുന്നതായിരിക്കും ലാസ്റ്റ് ജഡ്ജ് ഇടുക. അങ്ങനെ ഉണ്ടായില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ അഭിപ്രായമാണ്, ഒരേപോലെയാണ് മാർക്ക് കിട്ടുന്നത്. തൃത്തല്ലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം ക്ഷീരകർഷകർക്ക് സൗജന്യമായി ഓണക്കിറ്റും ഇൻസെന്റീവ് തുകയും വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം സംഘം പ്രസിഡന്റ് ഗിരീഷ് മാത്തുക്കാട്ടിൽ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് വസന്ത മണി അധ്യക്ഷത വഹിച്ചു. ബേബി രതീഷ്, പ്രജിഷ ലജീഷ്, VS ഷൺമുഖൻ, KS അശ്വതി, കാവ്യ ഉണ്ണി, ശാരദ വിശ്വംഭരൻ, TC ബാബു എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിനി ലെജൻഡ്സ് ലയൺസ് ക്ലബ് 200 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകി. CV സെന്ററിൽ ക്ലബ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് UU രവീന്ദ്രൻ അധ്യക്ഷനായി. ഫസ്റ്റ് ലേഡി ഓഫ് ഡിസ്ട്രിക്ട് രാധിക, RI സഖറിയ, റീജിയൻ ചെയർമാൻ പ്രസന്നൻ തറയിൽ, റീജിയൻ ലേഡി സീമ സഖറിയ, ക്ലബ് സെക്രട്ടറി KG മനോജ്, ട്രഷറർ പ്രവീൺ വെളമ്പത്ത് എന്നിവർ സംസാരിച്ചു. പെട്ടെന്നൊന്നും ഇത്രത്തോളം കിറ്റുകൾ ഉണ്ടാവില്ലല്ലോ. ഇവിടുത്തെ പ്രദേശത്തുള്ള അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് വിതരണം ചെയ്യാനായിട്ടുള്ള ഒരു സന്മനസ്
കേന്ദ്ര പിന്നിൽ ഏജൻസിന്റെ ക്ലബിലെ ആളുകൾ കാണിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം. അന്തിക്കാട് യാത്രക്കാരി ബസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചു. അന്തിക്കാട് കുറ്റ്യമാവ് സ്വദേശി വന്നേരി വീട്ടിൽ ഗോപാലിന്റെ മകൾ ലീനയാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. ഞായറാഴ്ച രാവിലെ 7ഓടെയാണ് സംഭവമുണ്ടായത്. തൃശൂർ തൃപ്രയാർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഹവ്വ മറിയം ബസ്സിൽ കുറ്റിമാവിൽ നിന്ന് കയറിയ ഇവർക്ക് അന്തിക്കാട് ആൾ സെന്ററിൽ വെച്ചാണ് അസ്വസ്ഥതയുണ്ടായത്. കണ്ടക്ടർ ഉടനെ തന്നെ ഇവർക്ക് വെള്ളം നൽകുകയും ബസ്സിൽ തന്നെ കാഞ്ഞാണി അശ്വമാലിക ആശുപത്രിയിലും തുടർന്ന് മദർ ഹോസ്പിറ്റലിലും എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. സ്വകാര്യ ആയുർവേദ കടയിൽ ജീവനക്കാരിയാണ് ലീന. മുടക്കു ദിവസമായി ഞായറാഴ്ചകളിൽ ക്ഷേത്ര ദർശനത്തിന് പോകുന്ന പതിവുണ്ട്. തൃശൂരിലെ നവഗ്രഹ ക്ഷേത്രത്തിലേക്കുള്ള യാത്രക്കിടയിലാണ് സംഭവം. അമ്മ പരേതയായ സരോജിനി, സഹോദരങ്ങൾ രതി, സുമന, പ്രേംനാഥ്, പരേതരായ സതി, രമണി, പ്രസന്ന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവോണനാളിൽ നടക്കുന്ന തൃപ്രയാർ ജലോത്സവത്തിന് കൊടിയേറി. ഉള്ള ടൂറിസം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് യാത്രക്കാരി ബസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.